അസ്സലാമു അലൈക്കും. വെൽക്കം ടു ടിൻസ് മൾബാർ കിച്ചൺ. ഇന്ന് ഞാനും എൻ്റെ ഒരു മോളും കൂടിയും കൂട്ടിയിട്ട് മൂത്ത മോള് മീനും കൂട്ടിയിട്ട് ആലുവയിൽ നിന്ന് ഹൈദരാബാദിലോട്ട് പോവുകയാണ്. അപ്പോൾ 11:20 ആയപ്പോഴാണ് ട്രെയിന് അറിഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ട്രെയിന് ലൈറ്റാണ് കേട്ടോ. അതായത് 12 ആയി ഇവിടെ എത്തിയപ്പോൾ, ആലുവയിലെത്തിയപ്പോൾ. പിന്നെ ഞങ്ങൾ സ്റ്റേഷനിൽ കയറിയപ്പോൾ ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആലുവയിൽ നിന്ന് ഞങ്ങൾ മാത്രമേ ഉള്ളൂ. തൃശ്ശൂരിൽ നിന്ന് ഒരു 30 പേര് കയറുന്നുണ്ടായിരുന്നു. പിന്നെ മിനു അവരായിട്ടൊക്കെ ഓക്കെ ആയിട്ടാണ് ഞങ്ങൾ കുറച്ച് ഗെയിംസൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അവിടെ നമ്മളെ കൂടെയുള്ള ബാക്കിയുള്ളവരായിട്ടൊക്കെ കളിച്ച് ഇതാക്കി. പിന്നെ ഞങ്ങൾ കള്ളനും പോലീസൊക്കെ കളിച്ച് കുറച്ച് ആൾക്കാർ. ഇത് കള്ളനും പോലീസല്ല, തൃശ്ശൂരുകാർക്ക് രാജ്ഞി രാജാവുമാണ് അത്ര. അത് ടോട്ടലി ഡിഫറെൻ്റാണ്. ഒരു റൗണ്ട് ഞങ്ങൾ അങ്ങനെ കളിച്ചു. പിന്നെ മലപ്പുറംകാരൻ കള്ളനും പോലീസും കളിച്ചു. ഒക്കെ ഐഡിയാണ് കേട്ടോ. ഞങ്ങളെല്ലാവരും നിൽക്കുന്നത് വേറെ വേറെ കമ്പാർട്ട്മെൻറ്റിലും ഇതിലൊക്കെയാണ്. 50 ആൾക്കാർ എത്രയുണ്ട് അതിലൊക്കെ നിൽക്കുന്നത്. ഞാൻ ഇതിൽ തോറ്റുക്കണം കേട്ടോ, അത് വേറെ കഥ. പിന്നെ കഴിഞ്ഞ് ഞങ്ങൾ കൃത്യം 11 മണിയായപ്പോൾ സെക്കൻഡറാബാദിൽ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് നേരെ ഹോട്ടലിലേക്ക് പോയി ഒരു ഫ്രഷപ്പൊക്കെ ആയിട്ട് ഒരു ആഫ്റ്റർ 2 ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാനൊക്കെ പോയി. പിന്നെ അതിന് ശേഷം ഗൈഡ് അവിടുത്തെ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മൾ ഹോട്ടലിലെത്തി. ശരിക്കും ഹൈദരാബാദി ഫുഡായിരുന്നു. ഫുഡ് വന്നപ്പോൾ ഞാൻ എടുക്കാൻ മറന്നു കേട്ടോ, അത് വീഡിയോ എടുക്കാൻ മറന്നു. എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു, കാരണം ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതാണ്. ഇതെത്ര ആൾക്കാരാണ് കേട്ടോ ഞങ്ങളുള്ളത്. അങ്ങനെ ഈ റൗണ്ടിൽ വന്നതിൽ 30 പേര് ഒരു ഗ്രൂപ്പ് തൃശ്ശൂരിൽ നിന്ന് കയറി എന്ന് പറഞ്ഞില്ല. അവർ ഇടയ്ക്കിടയ്ക്ക് ടൂറും ഇതൊക്കെ പോകാറുണ്ട്. ഒരു വർഷത്തിലൊരിക്കൽ 2-3 ദിവസമായിട്ട് സിംഗിളായിട്ട് ഒരുപാട് പോകാറുണ്ട്. അത് നല്ലൊരു നമുക്കൊക്കെ അത് പഠിക്കേണ്ട ഒരു കഥയാണ്. അവർ 30 പേര് ഒരു ഗ്രൂപ്പായിരുന്നു. പക്ഷെ എല്ലാവരും എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുകയും ഇതാക്കുകയൊക്കെ ചെയ്യുമായിരുന്നു കേട്ടോ. കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല യാത്ര. അങ്ങനെ പോയി. ശരിക്കും ട്രെയിനിൽ കുറച്ച് നേരം ബോറടിച്ചു കേട്ടോ. പിന്നെ ഫസ്റ്റ് പോയത് മ്യൂസിയത്തിലോട്ടാണ്. ഞാൻ ഹൈദരാബാദ് 2008 ഞാൻ BEd പഠിച്ചപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ മക്കൾക്ക് രാമോജി ഫിലിം സിറ്റി ഒരു ഇതായിക്കോട്ടെ വെച്ചിട്ട് കൊടുന്നതാണ്. ഫസ്റ്റിന് ഞങ്ങൾ പോയത് ഇതിലോട്ടാണ്, മ്യൂസിയത്തിലോട്ട്. അവർ ഒന്ന് മ്യൂസിയത്തിൽ ഫ്രീ ആയിരുന്നു കേട്ടോ. അതായത് 18th ഇന്നെന്താ മ്യൂസിയം ഡേ ആണെന്ന് പറഞ്ഞിട്ട് ടിക്കറ്റ് ഇന്ന് ഫ്രീ ആയിരുന്നു. പക്ഷേ മൊബൈലിന് നമ്മൾ കാശ് കൊടുക്കേണ്ടിയിരുന്നു. ഇത് അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു സ്ക്രീനുണ്ട്. അതിൽ നമ്മളെ ഫോൺ നമ്പറും പേരും എഴുതി കഴിഞ്ഞാൽ ഏത് മോഡലിലാണ് നമുക്ക് ഫോട്ടോ വരേണ്ടത് അതവിടെ വരും. അപ്പോൾ നീ അത് സെലക്ട് ചെയ്തു. നമ്മളെ ഫോണിലോട്ട് വാട്സപ്പിൽ ഇത് മെസ്സേജ് വരും. അതിപ്പോൾ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നേ. പിന്നെ അതൊക്കെ കഴിഞ്ഞത് ഒരുപാടുണ്ട് മ്യൂസിയം. എനിക്ക് ആൾറെഡി അറിയായിരുന്നു. ഫസ്റ്റ് ഫ്ലോർ, സെക്കൻഡ് ഫ്ലോർ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് രാജാക്കന്മാർ ഭരിച്ചത് അതെല്ലാം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ നല്ല നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. എത്ര വർഷം മുന്നേ ഉണ്ടാക്കിയതാണ്. ബ്രാസിൻ്റെ, അലൂമിനിയത്തിൻ്റെയൊക്കെ പാത്രങ്ങൾ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ശരിക്കും ഇപ്പോഴുള്ള ഈ ആൻറ്റിക് സാധനങ്ങളൊക്കെയാണ് ഇപ്പം ഇങ്ങനെ ട്രഡീഷണലായിട്ട് വരുന്നത് കിച്ചണിലും ഇതിലൊക്കെ. ഈ പാത്രങ്ങളൊക്കെ ശരിക്കും ഇപ്പോഴും ഉണ്ട് കേട്ടോ. എന്നിട്ട് മിനു ഈ പാത്രങ്ങളൊക്കെ കണ്ടപ്പോൾ പറയുന്നുണ്ട്, മാമാൻ്റെ പാത്രങ്ങളൊക്കെ ഇതാ ഇവിടെ ഇരിക്കുന്നുണ്ട് എന്നറിയിട്ടുണ്ട്. അതേപോലെ കൊത്തുപണികൾ അതേപോലെ തന്നെ മരത്തിൻ്റെ കൊത്തുപണികളൊക്കെ നല്ല രസമുണ്ട് കേട്ടോ കാണാനും. പിന്നെ അവരെ ഡ്രസ്സുകൾ, ഈ കളറൊക്കെ എന്തോ ഒരു ഭംഗിയാണ്.
ഇതൊക്കെ ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്തതാണ്. എന്ത് ഭംഗിയത് കാണാൻ. മീനും ഇതിലുള്ള ഓരോരോ കിങ്ങും അവരോരോരോ ഇതുകളൊക്കെ വായിച്ചിട്ടാണ് വരുന്നത്. ആകുമ്പോൾ നല്ല സമയം എടുക്കണ്ടായിരുന്നു ഓൾ ഓരോരോ റൂമിൽ നിന്ന് ഇറങ്ങാനും. ഇപ്പോഴും ഇങ്ങനത്തെ ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ളതൊക്കെ ഇറങ്ങുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇതേ സ്റ്റൈലിലാണ് വരുന്നതുള്ളത്. ഇത് പോട്ടുകളൊക്കെ നല്ല രസമുണ്ട്. ഇതൊക്കെ 18th സെഞ്ച്വറി 19th സെഞ്ച്വറി ആ ഒരു ഇതിലുള്ളതാണ്. ഇവിടെ ഈ ഒരു റൂമിൽ നിറച്ച് പോട്ടുകൾ അങ്ങനത്തെ ഡെക്കറേറ്റീവ് പീസസ് ആയിട്ടുള്ള ഐറ്റംസാണ് ഉണ്ടായിരുന്നത്. ഇത് പിന്നെ ഈ ക്ലോക്ക് ഞാൻ അതിൻ്റെ മുന്നേ വന്നപ്പോഴും കണ്ടിട്ടുണ്ടായിരുന്നത്. ഓരോരോ മണിക്കൂർ കൂടുമ്പോഴും ആ ബട്ടൺ വന്നിട്ട് പുറത്തേക്ക് വരും. ഒരു 3 മിനിറ്റോളം അയാൾ പുറത്തുനിന്ന് കൊട്ടിക്കൊണ്ടിരിക്കും. നല്ല രസമുള്ള ക്ലോക്കായിരുന്നു അത്. പിന്നെ സ്റ്റാച്യൂൻ്റെ അവിടെ പോയി, അംബേദ്കർ സ്റ്റാച്യൂൻ്റെ അവിടെ പോയി. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ 30 പേരുള്ള ഗ്രൂപ്പ് കേട്ടോ. അവരെ ഗ്രൂപ്പിൽ മുഴുവൻ ആൾക്കാരില്ല എന്നാണ് പറഞ്ഞത് കേട്ടോ. എല്ലാവരും എത്തിയിട്ടില്ല എന്നുള്ളതാണ്. പാർക്ക് നല്ല നീറ്റൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു സൈഡിൽ ഫുൾ പാർക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട്, അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ നമുക്ക് പേ ചെയ്തിട്ട് യൂസ് ചെയ്യുന്ന അങ്ങനത്തെ കുട്ടികൾ ഓരോരോ ഇതാൾ അത്രയേ ഉള്ളൂ. ഓരോരോ റൈഡുകളും കാര്യങ്ങളൊക്കെ. പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് മീനൂന് ഈ ബബിൾ ഗണ്ണ് വേണമെന്ന് പറഞ്ഞപ്പോൾ ഇത് മേടിച്ച്. ഇത് ഇവിടുത്തെ സെക്രട്ടേറിയറ്റാണ്. ഇതൊക്കെ കുറേ കഴിഞ്ഞ് ഞങ്ങൾ ബോട്ടിങ്ങിന് പോയി. ഒരു 7-7:30 ആയപ്പോൾ ബോട്ടിങ്ങിന് പോയി. ബോട്ടിങ് നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് സ്റ്റാച്യു വരെ, പിന്നെ വേറെ ബോട്ടിലാണ് അവർ റിട്ടേൺ വരിക കേട്ടോ. പിന്നെ എന്താ ഇവിടുത്തെ അടുത്ത് കുറച്ച് പിക്ചേഴ്സും ഇതൊക്കെയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഡേ 1 വീഡിയോ. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ബൈ. ഡേ 2 ഞാൻ ഇടാം നെക്സ്റ്റ് വീഡിയോ.